ഈ അടിപൊളി റഫ്ലേഷ്യ ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുക്കാൻ ആകെ വേണ്ടത് ഈ ഒരു നൂലും ഈ ഒരു ടിഷ്യൂ റോളും മാത്രം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ സ്റ്റോക്കൊക്കെ കഴിഞ്ഞു പോയെന്ന്. ഈ ടിഷ്യൂ റോള് നമ്മുടെ കയ്യിലുള്ളപ്പോഴാണോ നമുക്ക് കണ്ടന്റിന് ക്ഷാമം. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ റോസാപ്പൂ അല്ല ഇന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്, ഒരു അടിപൊളി റഫ്ലേഷ്യ ഫ്ലവർ ആണ്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റഫ്ലേഷ്യ ഫ്ലവർ ഉണ്ടാക്കാൻ ഈ ഒരു ടിഷ്യൂ റോളും ഈ ഒരു നൂലും മാത്രം മതി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? എങ്കിൽ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടാലോ? ഓക്കെ, ലെറ്റ്സ് ഗോ. റഫ്ലേഷ്യ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയ ആളും റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? എങ്കിൽ നമുക്ക് അന്ന് കണ്ടാലോ? ടിഷ്യൂ റോൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. എനിക്ക് ടൈം പാസിന് കുഞ്ഞുറങ്ങിയ സമയത്ത് ഇതെന്തായാലും നമുക്ക് ഉപയോഗമുള്ള വസ്തുവാണ്. നീറ്റാക്കണം, സംഭവങ്ങളൊക്കെ നീറ്റാക്കാൻ ഇതേപോലെയുള്ള പേപ്പേഴ്സിന്റെ ആവശ്യമുണ്ട്. അപ്പം ഞാൻ അതിൽ കുറച്ച് പേപ്പർ എടുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് ഇതേപോലെ നമുക്ക് കട്ടായി കിട്ടും. 4 പീസ് 4 or 5 എടുക്കാം. ഇവ ഇവിടെ കിടന്ന് ഉറങ്ങുകയാണ്, ഓടാൻ പോകുന്ന പോലെയാണ് കിടക്കുന്നത്. ആ സമയമാണ് നമ്മുടെ ക്രാഫ്റ്റ് വർക്ക്. ഓക്കെ, ഒരു കാര്യമില്ലത്, നിസ്സാരമാണ്. ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാം. ഈ 5 പേപ്പർ ഇങ്ങനെ എടുത്തു, ഇത് ഇങ്ങനെ പണ്ടില്ല വീശറി ഉണ്ടാക്കുന്നത് പോലെ. ഓക്കെ ഓക്കെ, അങ്ങനെ 5 പേപ്പർ ഒരുമിച്ച് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും 5ഓ 4ഓ 2ഓ 1ഓ ഒക്കെ വെച്ച്, എന്നിട്ട് ഇത് നൂലെടുത്ത് ഇതിന്റെ മധ്യഭാഗത്ത് കെട്ടുന്നു. സിമ്പിൾ അല്ലയോ? ആർക്കും ചെയ്യാലോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫീസിലൊക്കെ പോകുമ്പം ഇതേപോലെ ഇങ്ങനെ അങ്ങ് കൊണ്ടുപോയാൽ മതി. കർച്ചീഫ് ഒന്നും വേണ്ട, പൂവും ആകും, കട്ടിക്കിരിക്കുകയും ചെയ്യും. ഉണ്ടോ? ഇത്രയും കിട്ടി. ഇനി ഇതിനെ നമ്മൾ കഴിഞ്ഞതിന് ശേഷം ഏതിനും ഒരു ഷേപ്പ് ഉണ്ടല്ലോ. നമുക്ക് കത്രികയില്ലാത്ത പരിപാടിയില്ല നമ്മളൊന്നിലും. കത്രിക കണ്ടാൽ എനിക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ഷേപ്പ് അടിക്കണം. കത്രികയും നൂലും ഇത് രണ്ടും. ഇപ്പൊ ഇത് ഇങ്ങനെ ഷേപ്പ് എടുത്തില്ലേലും കുഴപ്പമില്ല, അത് പൂവായിട്ട് വിരിയും. ഇതേണ്ടി ഇങ്ങനെ ഈ ഒരു സിക്സാഗ് പോലെ ഈ ഒരു ഷേപ്പ് വരാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ കട്ട് ചെയ്യുന്നത്. ഒരുപാട് പേര് ചോദിക്കും എന്തിനാ ഇത്രയും ടിഷ്യൂ ഇങ്ങനെ വേസ്റ്റ് ആക്കി കളഞ്ഞതെന്ന്. അപ്പൊ ഈ ടിഷ്യൂ, ഈ ഫ്ലവർ എല്ലാം നമ്മൾ വേസ്റ്റ് ആക്കി കളയുവാണോ? എന്താ ഇത് വെച്ച് നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇത് നമ്മൾ വേസ്റ്റ് ആക്കത്തില്ല ഒരിക്കലും. ഇത്രയും പോലും വേസ്റ്റ് കട്ട് ചെയ്തത് പോയത് തന്നെ എനിക്ക് വിഷമമാണ്. പക്ഷെ ഇത് ഞാൻ വെറുതെ ആക്കത്തില്ല. ഈ ഭാഗം ഇങ്ങനെ തുടച്ച് ഇതിനെ അങ്ങ് കളയും. ഇതിപ്പോ ഇത്രയും ഇങ്ങനെ വന്നല്ലോ, ഇതിനെ പൂവായിട്ട് ഇരുന്നാലും ഇതിനെ നമ്മൾ ഇതിന്റെ ഉപയോഗത്തിന് തന്നെ യൂസ് ചെയ്യും. ടിഷ്യൂ പേപ്പർ എന്തിനൊക്കെയാണോ ഒരാൾ യൂസ് ചെയ്യുന്നത്, ആ ഒരു സംഭവത്തിന് തന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇച്ചിരി കട്ടിക്ക് കിട്ടുമെന്നേ ഉള്ളൂ. ഓരോന്ന് വെച്ച് കീറി എടുക്കണ്ടാരും. കണ്ടോ? 2 സൈഡിൽ നിന്നും ഓരോ ഇതള് വെച്ച് 2 സൈഡിൽ നിന്നും ഇങ്ങനെ എടുത്ത് മനോഹരമായിട്ട് നമുക്കിതിനെ ഇങ്ങനെ അറേഞ്ച്മെന്റ് ചെയ്താൽ മതി. ഫ്ലവർ റെഡി. ഇത്രയുള്ള സംഭവം മാജിക് എന്ന് വേണമെങ്കിലും പറയാം. 1 മിനിറ്റ് കൊണ്ട് അടിപൊളി മാജിക് ഫ്ലവർ റെഡി. ഇനി ആർക്കേലും പണ്ടെന്ന് പറഞ്ഞാല്, നിങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടമല്ല, ഞങ്ങളുടെയൊക്കെ ഒരു കോളേജ് ടൈം ഉണ്ടായിരുന്നു 10-25 വർഷം മുമ്പ്.
അന്നൊക്കെ ഈ നമ്മുടെ മേനക, പൂർണിമ, ജയറാം ഇവരൊക്കെ സിനിമ അഭിനയിക്കുമ്പം അവരിങ്ങനെ ചെവിയിൽ വെക്കും, തലയിൽ വെക്കും, ഇങ്ങനെ സൈഡിലൊരു വെക്കും. അയ്യോ, സൈഡിൽ വെച്ചിട്ടാണ് അവർ അഭിനയിക്കുന്നത്. നല്ല ഭംഗിയല്ലേ? അതെ അതെ. ഇങ്ങനെ ഇതിന്റെ കുറച്ചും കൂടെ ചെറിയ പൂവായിരിക്കണം. വേണം, വലുതും എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതെന്താണോ, ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഒരു നാപ്കിൻ ഉണ്ടായിരുന്നു ഇവിടെ. അതെനിക്ക് വെറുതെ തൂത്ത് കളയാൻ തോന്നിയില്ല. ഞാനിങ്ങനെ ഈ ഫ്ലവർ തന്നെ ഉണ്ടാക്കി. അപ്പൊ ഒരു ഗ്രീൻ കളർ ഫ്ലവറായി കിട്ടി നമുക്ക്. അപ്പൊ എനിക്ക് പഴയ കാലത്തെ ഈ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ അത് കാണാനില്ല, ചേഞ്ചിങ് റോസ് എന്ന് പറയും. രാവിലെ ഒരു കളറ്, ഉച്ചയ്ക്ക് ഒരു കളറ്, അങ്ങനെ പൂക്കൾ പിടിച്ച് നിൽക്കുന്ന നല്ല ഭംഗിയാ. അതൊക്കെ ഇപ്പം അധികം കാണാനില്ല. ആരെങ്കിലും അതൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ ഒക്കെ ഒന്ന് ഇട്ട് തന്നാൽ, കമന്റ് ഒക്കെ ഇട്ട് തന്നാൽ. എനിക്ക് ഓർമ്മയുണ്ട് ചേഞ്ചിങ് റോസ്, നല്ലതായിരുന്നു. ഇതിന് അപ്പം ഞാൻ ചേഞ്ചിങ് റോസിന്റെ ഒരു കളറാക്കാം ഒരു പൂവിനെ. ഇവിടെ കളറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവളുടെ മേക്കപ്പ് സെറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പം ഇതിന് ഞാൻ റോസ് കളർ കൊടുക്കാം. എനിക്ക് റോസാണ് ഇഷ്ടം. ഇന്നലെ വരെ എന്റെ നെയിൽ പോളിഷിനായിരുന്നു റെസ്റ്റ് ഇല്ലാഞ്ഞത്, ഇപ്പൊ എന്റെ മേക്കപ്പ് ആണ്. ഇത്രയും നാളും ഞങ്ങളുടെ വൈറൽ ആയിക്കൊണ്ടിരുന്നത് ഈ റോസ് ഫ്ലവർ ആയിരുന്നു. ഇത് നമ്മുടെ മേക്കപ്പ് കളർ വെച്ചിട്ട് ചെയ്ത റോസ് ഫ്ലവർ. എനിക്ക് തോന്നുന്നത് ഇനി മിക്കവാറും ഈ റഫ്ലേഷ്യ ആയിരിക്കും വൈറലാവാൻ പോകുന്നത്. ഇത് വൈറലാവും എന്ന് വെച്ചാൽ ഇത് വലിയ ചെലവില്ലാത്ത ഒരു സംഭവം. ഇതില്ലാത്ത വീടുകളും കാണത്തില്ല. കുഞ്ഞുങ്ങളുടെ ആവശ്യത്തിനായാലും ബാത്റൂമിലൊക്കെ എപ്പോഴും ഇതിൻ്റെ ആവശ്യമുണ്ട്. ഇനി ബാത്റൂമിലൊക്കെ അബദ്ധത്തിലൊക്കെ ആരെങ്കിലും വന്ന് തെന്നി വീണാലേ ഇപ്പൊ ക്ഷമയോടുകൂടി ബാത്റൂമിൽ കയറി എവിടെങ്കിലും നനവുണ്ടെങ്കിൽ ഇതിങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുള്ള പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിൽ ഒരു പൂവെടുത്താൽ നനവ് അങ്ങോട്ട് തുടയ്ക്കാം. അപ്പോൾ അവരാരും തെന്നി വീഴത്തും ഇല്ല. പക്ഷെ ഈ പൂവെടുത്ത് തുടയ്ക്കാൻ നമുക്ക് തോന്നുമോ? കാണാൻ കാഴ്ചക്ക് വെച്ചോ, ഒരു 10 ദിവസം നിങ്ങൾക്ക് ഭംഗിക്കോ ഫോട്ടോയ്ക്കോ ഒക്കെ വേണ്ടി വെച്ചു. അപ്പോൾ ഫൈനലി നമ്മുടെ ഈ റഫ്ലേഷ്യ ഫ്ലവർ എവിടെയാ കൊണ്ട് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കിയേ. നമ്മുടെ സ്വന്തം ബാത്റൂമിൽ. ഇത് ബാത്റൂമിലല്ലാതെ വേറെ എവിടെ കൊണ്ട് ഫിറ്റ് ചെയ്യാനാ ഇത്രയും വലിയ ഫ്ലവർ? എനിക്കെന്തായാലും ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾക്കും ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.